ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഭൂമിയിൽ നിന്ന് വായിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് വായിക്കാമോ? ഈ വാക്യം ചേർന്ന് ഒന്നിച്ച് ബൈബിൾ എടുത്തവരെല്ലാം ഒന്ന് വായിക്കാമോ? ചേർന്ന് വായിക്കാമോ? കമോൺ. ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. ഭൂമിയിൽ നിന്ന് പുല്ലും അതാത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം എന്തെങ്കിലും കൽപ്പിക്കുന്നെങ്കിൽ, ദൈവം എന്തെങ്കിലും മുളപ്പിക്കുന്നെങ്കിൽ അത് നല്ലതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുന്നെങ്കിൽ, എന്തെങ്കിലും ദൈവം മുളപ്പിച്ചു വരുത്തുന്നെങ്കിൽ അത് നല്ലത് മാത്രമായിരിക്കും. സന്ധ്യയായ വിശ്വസമായി 3-ാം ദിവസം. ഇവിടെ പുല്ലും സസ്യങ്ങളും വൃക്ഷങ്ങളെയും ദൈവം മുളപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് 3ഉം ദൈവം നല്ലതെന്ന് കണ്ടു. പുല്ലിനേക്കാൾ വിലയുണ്ടാകും സസ്യത്തിന്, സസ്യത്തെക്കാൾ വിലയുണ്ടാകും വൃക്ഷത്തിന്. അത് തരം തിരിച്ചു തന്നെയാണ് ദൈവം സൃഷ്ടിച്ചെങ്കിൽ അതിനെ 3നെയും ദൈവം നല്ലതെന്ന് കണ്ടു. ദൈവം നല്ലതെന്ന് കണ്ടതെല്ലാം നമുക്ക് നല്ലതായിരിക്കണം. ദൈവം തരം തിരിച്ചില്ലെങ്കിൽ നാമും തരം തിരിക്കരുത്. വൃക്ഷവും നല്ലത്, പുല്ലും നല്ലത്, സസ്യവും നല്ലത്, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലത്. അപ്പോൾ നമ്മളിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഈഗോയും നമ്മുടെ ഉള്ളിലുള്ള ചില വിലയിരുത്തുകളും മാറിയിട്ട് ദൈവം കൽപ്പിച്ചു മുളച്ചതെല്ലാം നല്ലതാണെന്ന് കാണാനും നല്ലതാണെന്ന് പറയാനും ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരു ദൈവ നിയോഗപ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ ഈ ദൈവദാസനെ വിളിച്ചിട്ട് ഇയാൾ പുല്ലിനെക്കുറിച്ച് പ്രസംഗിക്കാനാണോ എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര മോദിയും അമേരിക്കയുടെ പ്രസിഡൻ്റായിരിക്കുന്ന മിസ്റ്റർ ബൈഡനും ഞാനും നിങ്ങളുമെല്ലാം ദൈവം ഈ പുല്ല് സൃഷ്ടിച്ചത് കൊണ്ടാണ് ചാകാതെ ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്നത്. ഞാനതിന് തെളിവ് പറയാം. ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനമുള്ളത് കൊണ്ടോ ഇന്ത്യ ഉള്ളത് കൊണ്ടോ ഒരു കൂട്ടം സൈന്യമുള്ളത് കൊണ്ടോ ജനമുള്ളത് കൊണ്ടോ അല്ല നമ്മുടെ പ്രധാനമന്ത്രി ജീവിക്കുന്നത്. എൻ്റെ ദൈവം സൃഷ്ടിച്ച പുല്ലുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? പറയാം. ഈ പുല്ലെന്ന് പറഞ്ഞാൽ വെറും പുല്ലല്ലത്. പുല്ല് വർഗത്തിൽപ്പെട്ടതാണ് ഗോതമ്പും യവവും നെല്ലും എല്ലാ ധാന്യവർഗങ്ങളും. മനസ്സിലായോ? ഈ ധാന്യവർഗം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്നാ കഴിക്കുമായിരുന്നു? ഒന്നും കഴിച്ചില്ലെങ്കിൽ എങ്ങനെ ജീവിക്കുമായിരുന്നു? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ബൈബിളിലെ എൻ്റെ ദൈവം ഈ പുല്ല് സൃഷ്ടിച്ചത് കൊണ്ടാണ് അദാനിയും
അംബാനിയും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് അക്കരം അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ടാറ്റ ഉരുക്ക് കഴിച്ചാൽ ജീവിക്കാൻ ഒക്കുമോ? ബിൽഗേറ്റ് കമ്പ്യൂട്ടർ തിന്നുകൊണ്ട് ജീവിക്കാൻ ഒക്കുമോ? പറ, ജീവിക്കാൻ ഒക്കുമോ? അദാനിക്ക് കപ്പൽ നിന്നുകൊണ്ട് ജീവിക്കാൻ ഒക്കുമോ? ഈ പുല്ലുണ്ടേലെ ഇവരൊക്കെ ജീവിക്കാൻ ഒക്കുമോ? എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ദൈവത്തെ ഇഷ്ടപ്പെടാത്തവനും ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിലിരുന്ന് എന്നാ വാഴയ്ക്ക ചെയ്യാനാണെന്ന് പറഞ്ഞ നമ്മുടെ സഞ്ചാരിയും ജീവിക്കുന്നത് എൻ്റെ ദൈവം സൃഷ്ടിച്ച ഈ പുല്ലുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തെ എതിർക്കുന്നവനും ദൈവത്തെ ആരാധിക്കാത്തവനും ദൈവത്തെ സ്നേഹിക്കുന്നവനും എല്ലാം എൻ്റെ ദൈവം സൃഷ്ടിച്ച പുല്ലുകൊണ്ട് ജീവിക്കുകയാണ്. സൃഷ്ടിയുടെ മനോഹാരിത എത്ര അത്ഭുതകരമാണില്ലേ, എത്ര അതിശയകരമാണില്ലേ. ചെറുതായിട്ട് കാണണ്ട ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ നിങ്ങൾ ബൈബിൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ വായിച്ചു വിടാതിരിപ്പാൻ ആ ബൈബിളിൻ്റെ ആ ചിന്തയിലേക്ക്, ബൈബിളിലെ ഓരോ വാക്യങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ആ വിധങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ഈ വിഷയമൊന്ന് വ്യാഖ്യാനിക്കുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പം പുല്ലും സസ്യങ്ങളും, അപ്പം സസ്യങ്ങളെന്ന് പറയും. ഇനി പുല്ലുകൊണ്ട് തന്നെ ജീവിക്കുന്നവരെ തിരുവനന്തപുരത്ത് കച്ചവടക്കാർ, റേഷൻ കടക്കാർക്ക് ധാന്യങ്ങളൊന്നുമില്ലെങ്കിൽ അവരുടെ കച്ചവടം അവിടെ പോവും. പലചരക്കടക്കാർക്ക് കോടിക്കണക്കിന് രൂപയല്ലേ മുടക്കി ഈ നെല്ലും ഗോതമ്പും യവവും ധാന്യങ്ങളും അത് വിൽക്കുന്നവരും അത് കൊണ്ടുപോകുന്ന ലോറിക്കാരും അത് പൊടിക്കുന്ന മില്ലുകാരും അതുകൊണ്ട് പുട്ടോ ദോശയോ ഉണ്ടാക്കുന്ന ചായക്കടക്കാരും അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് മക്കളെ ഡോക്ടറാക്കിയും എഞ്ചിനീയറാക്കിയും ഒക്കെ പഠിപ്പിച്ചവരെയൊക്കെ നോക്കുമ്പോൾ ഈ പുല്ലൊരു ചെറിയ കാര്യമല്ല. സ്വർഗത്തിലെ ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയോ ദൈവം ഒന്നിനെ മുളപ്പിക്കുകയോ ചെയ്താൽ അത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങൾ സമസ്ത മേഖലകളിലും ദൈവം ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇനി സസ്യങ്ങളില്ലായിരുന്നെങ്കിൽ എന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മുടെ പച്ചക്കറി മാർക്കറ്റുകൾ, നമ്മുടെ അടുക്കള, നമ്മുടെ ഹോട്ടലുകൾ, അത് മുഖാന്തരം ബിസിനസ് ചെയ്യുന്നവർ, എത്രയോ ലോറി പച്ചക്കറി സാധനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ലോകം മുഴുവൻ ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ബിസിനസ്സല്ലേ നടക്കുന്നത്. അത് മുഖാന്തരം നമ്മുടെ ആരോഗ്യം, ഇനി ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഡയറ്റീഷ്യനാണെന്നിരിക്കട്ടെ, ഹോസ്പിറ്റലിൽ നിങ്ങൾ ഡോക്ടറാണ്, നല്ല കാര്യം. പക്ഷേ ഈ പച്ചക്കറി ഒന്നുമില്ലായിരുന്നെങ്കിൽ എന്നാ ഡയറ്റീഷ്യനാണ്, എന്നാ ഡയറ്റ് എഴുതി കൊടുക്കും നിങ്ങൾ? നോക്കിയാൽ വിഷയം പോകുന്ന കാര്യം കിട്ടുമോ? ഇനി ദൈവം സൃഷ്ടിച്ച വൃക്ഷങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ നിങ്ങളങ്ങനെ ചിന്തിച്ച് നോക്കൂ. ഏറ്റവും കുറഞ്ഞത് ഇന്നലെ രാത്രിയിൽ നിങ്ങൾ കിടന്നതും ദൈവം സൃഷ്ടിച്ച ഒരു മരം കൊണ്ടുണ്ടാക്കിയ, തടി കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലാണ്. അല്ല, നിങ്ങൾ കള്ളൻ വരാതിരിക്കാൻ വളരെ സുരക്ഷിതമായിട്ട് ആ കതക് 2-3 പ്രാവശ്യം നോക്കി അതിൻ്റെ താഴൊക്കെ ഇട്ട് കുറ്റിയിട്ട് ഉറങ്ങിയതും ഇന്നത്തെ കള്ളന്മാരെ, പണ്ടത്തെ കള്ളന്മാരെ പോലല്ല. അവർ ഈ കുറ്റിയും കൊളുത്തും ഒന്നും പറിക്കുന്നവരല്ല. അവർക്ക് ഈ നമ്മുടെ ശിംഷോനെ പോലെ കാട്ടളയോട് പറിക്കുന്ന ആൾക്കാർ പിന്നെ ഈ താഴൊക്കെ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയുള്ളൂ. ആട്ടെ, എന്നാലും ആ കതക് അതും ദൈവം സൃഷ്ടിച്ച ഒരു മരത്തിൽ നിന്നാണ്, അല്ലേ? അങ്ങനെ നിങ്ങൾ എവിടെ നോക്കിയാലും ദൈവത്തെ സ്തുതിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇവിടെ ഇരുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ദൈവം സൃഷ്ടിച്ച ആ പുല്ലും കാണാം, ആ സസ്യവും കാണാം, മരവും കാണാം. എൻ്റെ ദൈവം കൽപ്പിച്ച് മുളച്ചു വരുന്നതാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. അത് യുഗങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇനി ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളോട് ഈ വിഷയത്തിലേക്ക് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കപ്പെട്ട ഒരു മെസ്സേജ് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ നിങ്ങൾ വായിച്ച ഏതുവരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾ വായിച്ചത്? അല്ല, തുടങ്ങിയത് 9 അല്ലേ? 11 മുതൽ
11 വരെ അല്ലെങ്കിൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ പുല്ലും സസ്യങ്ങളും വൃക്ഷവും മുളയ്ക്കാതിരിപ്പാൻ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കണ്ടുപിടിക്കണം. ഒന്ന് നോക്കിയാൽ എല്ലാവരും ബൈബിൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പുല്ല് മുളയ്ക്കണമെങ്കിൽ, സസ്യം മുളയ്ക്കണമെങ്കിൽ, വൃക്ഷം മുളയ്ക്കണമെങ്കിൽ കാർഷികമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനെന്തെല്ലാം തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒന്ന് പറയാമോ? ഏതാണെന്ന് എളുപ്പം. എന്താ? മഞ്ഞും മഴയും ഇല്ല. അപ്പോൾ ഒന്ന്, ഭൂമി പാഴും ശൂന്യമാണ്, അവിടെ ഒന്നും കിളുക്കുകയല്ല. അതൊരു നല്ല റീസണാണ്. അടുത്തത്, എങ്ങനെ? ഇരുളുണ്ടായിരുന്നു. അതും നല്ലൊരു റീസണാണ്. കാരണം പ്രകാശ സംശ്ലേഷണമില്ലാതെ ഒരു സസ്യത്തിന് നിലനിൽക്കാനൊക്കെയില്ല. അത് നല്ലൊരു റീസണാണ്. അടുത്തത്, വെള്ളം ഉണ്ടെങ്കിൽ നിൽക്കാനൊക്കത്തുള്ളൂ. ഇത് വെള്ളം കൂടുതലാണ്. കിലോമീറ്റർ മുകളിൽ കൂടുതൽ വെള്ളം കിടക്കുകയാണ്. സത്യത്തിൽ ദൈവം വെള്ളം സൃഷ്ടിച്ചപ്പോൾ, അല്ലെങ്കിൽ വെള്ളം ദൈവം സൃഷ്ടിച്ചപ്പോൾ അന്ന് സൃഷ്ടിച്ച വെള്ളമേ ഇന്നുമുള്ളൂ. അന്ന് ദൈവം സൃഷ്ടിച്ച വെള്ളമേ ഇന്നുമുള്ളൂ, നാളെയേ ഉള്ളൂ. കാരണം വെള്ളം ഹൈഡ്രജനും ഓക്സിജനുമാണ്, അതിൻ്റെ സംയുക്തമാണ്. വെള്ളം വാതകമാകാം, ഐസാകാം, ലിക്വിഡ് ഫോമിലാകാം, നീരാവിയാകാം. ദൈവം സൃഷ്ടിച്ച വെള്ളം കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അതാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മനോഹാരിത. അത് കുറേ വാതകങ്ങളായിട്ടും കുറേ ഐസായിട്ടും ഒക്കെ കൂട്ടിയത് കൊണ്ടാണ് കരഭാഗം ഉണ്ടായത്. അപ്പോൾ ഈ ഭൂമിയിൽ 4/3 ഭാഗവും വെള്ളമാണെന്ന് നമുക്കറിയാം. ഈ തിരുവനന്തപുരത്തിൻ്റെ കിലോമീറ്റർ മുകളിൽ വെള്ളമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അവിടെ എന്തെങ്കിലും കിളുക്കുമോ? വൃക്ഷങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിലും, സസ്യങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിലും, സസ്യത്തിന് മുകളിൽ, വൃക്ഷത്തിന് മുകളിൽ, പുല്ലിന് മുകളിൽ വെള്ളം വന്നാൽ അത് ചീഞ്ഞു പോകും, അതിന് വളരുവാനായി കഴിയില്ല. അപ്പോൾ പ്രകാശമില്ലായിരുന്നു, പാഴായിരുന്നു. ബൈബിൾ പറയുന്നത് എന്താണ്? ദി എർത്ത് ബിക്കേം വോയിഡ് ആൻഡ് ഫോംലെസ്. അത് പാഴ് മാത്രമല്ല, ഒന്നിനും കൊള്ളാത്ത ഒരു നിലയിലേക്ക് ആയിപ്പോയി. അവിടെ ഇരുട്ടുണ്ട്, അവിടെ വെള്ളം മൂടിക്കിടക്കുകയാണ്. ഇത്രയും 3 തടസ്സങ്ങൾ ഉള്ള ഒരു മേഖലയിലാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വല്ല കാര്യം മനസ്സിലായോ? മണ്ണുത്തിയിലെ, തൃശ്ശൂരെ കാർഷിക കോളേജിലെ പ്രൊഫസർമാരെയോ സയൻറ്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള കാർഷിക കോളേജിലെ അധ്യാപകരെയോ വിളിച്ചിട്ട് ഈ 3 തടസ്സങ്ങൾ അവരുടെ മുൻപിൽ പറയുക. പ്രകാശമില്ല, ഫെർട്ടൈൽ ലാൻഡല്ല, വെള്ളം മൂടിക്കിടക്കുകയാണ്. ഇവിടെ കൃഷിക്ക് യോഗ്യമാണോ എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും പറയും യോഗ്യമല്ല, ആരെ കൊണ്ടും സാധിക്കുകയില്ലെന്ന്. എന്നാൽ എൻ്റെ ദൈവത്തോട് ചോദിച്ചാൽ എൻ്റെ ദൈവം പറയും ഇവിടെയാണ് എൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നത്. കാരണം the things which is impossible with man, the same is possible with our God. എനിക്ക് കഴിയാത്തത്, ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയാത്തത്, ലോകത്തിന് കഴിയാത്തത്, ബുദ്ധിജീവികൾക്ക് കഴിയാത്തത് എൻ്റെ ദൈവത്തിന് ചെയ്യുവാനായിട്ട് കഴിയും. ഇതാണ് ദൈവവിശ്വാസം. അവിശ്വസനീയമായി നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും, തടസ്സങ്ങൾ ദൈവം മാറ്റുന്ന വിധങ്ങൾ അത്ഭുതകരമാണ്. ആദ്യം ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഈ 3-ാം ദിവസത്തിന് മുൻപ് 1-ാം ദിവസത്തിൽ നിന്ന് നോക്കുന്നവനും 2-ാം ദിവസത്തിൽ നിന്ന് നോക്കുന്നവനും നിരാശനായി മടങ്ങിപ്പോകും. ഇവിടെ ഒന്നും നടക്കുകയില്ല, ഇവിടെ ഒന്നും മുളയ്ക്കുകയില്ല, ഇവിടെ ഒരു അനുഗ്രഹം ഉണ്ടാകുകയില്ല, ഈ ഇരുള് മാറുകയില്ല, ഈ വെള്ളം മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല, ഇത് പാഴാണ്, ഇത് ശൂന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ 3-ാം ദിവസത്തിൽ അവൻ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയും, ദൈവമേ എൻ്റെ അവിശ്വാസം നീ ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയത് ക്ഷമിക്കണമേ, നിന്നാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായിരിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം ഈ തടസ്സങ്ങളെ മാറ്റുന്നത് എങ്ങനെയാണ്? ഒന്നാം ദിവസം ദൈവം പറയുകയാണ്, ലെറ്റ് there be light, there was light. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ലെറ്റ് there be light, there was light എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനിടയ്ക്ക് ഈ പറയുന്നതിനും വരുന്നതിനും ഇടയ്ക്ക് ഒരു ഗ്യാപ്പും ഇല്ലെന്നാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അതപ്പോൾ തന്നെ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അതപ്പോൾ തന്നെ സംഭവിച്ചിരിക്കും. മൂന്നാം ദിവസത്തിന് വേണ്ടിയാണ്. ഇവിടെ വൃക്ഷങ്ങളൊന്നും മുളച്ചു വച്ചിട്ടില്ല, സസ്യങ്ങളൊന്നും മുളച്ചു വരുന്നുമില്ല. പക്ഷെ ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വെളിച്ചമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്, പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഞാൻ കിളിപ്പിക്കുകയില്ല എന്ന് വർഷങ്ങളായി വാത് കെട്ടിയിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിക്ക് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവൻ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ ഒന്നും കിളിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് വാത് കെട്ടി മൂടിക്കിടക്കുന്ന ആ കൂരിരുട്ടുണ്ടല്ലോ, എൻ്റെ യേശുവിൻ്റെ ഒരൊറ്റ വാക്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ഒരൊറ്റ വാക്ക് മതി, ആയിരുള് മാറിയിരിക്കും. രണ്ടാമത് കർത്താവ് എന്താണ് ചെയ്യുന്നറിയാമോ? കർത്താവ് എന്ത് ചെയ്തു? ഈ വെള്ളത്തെ ദൈവം കുറച്ച് മുകളിലോട്ടും മാറ്റി, കുറേ സൈഡിലോട്ടും മാറ്റി, ഇടയ്ക്കൊരു വിധാനവും ഉണ്ടാക്കി. ഈ വെള്ളമാണല്ലോ മൂടിക്കിടക്കുന്നത്. ഇത് മോട്ടർ വെച്ചൊന്നും അടിച്ചു മാറ്റാൻ ഒക്കെയില്ല. കുട്ടനാടൻ മേഖലകളിൽ പണ്ടെല്ലാം ഈ വെള്ളം കയറുമ്പോൾ ചക്രം ചവിട്ടിയാണ് വെള്ളം കളഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ മോട്ടറാണ് വെക്കുന്നത്. പക്ഷെ കിലോമീറ്റർ ഉയരത്തിൽ വെള്ളം കൂടിക്കിടന്നാൽ ഏത് മോട്ടർ വെച്ച് അടിച്ചു കളയാൻ കഴിയും? കോട്ടയം ചെങ്ങന്നൂരുമൊക്കെ വെള്ളം കൂടിയപ്പോൾ ഒരു മോട്ടറും വർക്ക് ചെയ്തില്ല. തിരുവനന്തപുരത്തു നിന്നൊക്കെ ആൾക്കാർ വള്ളവുമായി വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ അച്ചായന്മാർ പലരും രക്ഷപ്പെട്ടിപ്പോഴും ജീവിക്കുന്നത്. അപ്പം മോട്ടർ വെച്ചടിക്കുന്ന പരിപാടിയല്ല. ഇവിടെ വെള്ളമെന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഉയരത്തിൽ കിടക്കുക, ഇതിനെ മാറ്റാൻ ഒക്കുകയല്ല. ഈ വെള്ളം പറയുന്നതിനാണെന്നറിയോ, ദൈവത്തിന് പ്ലാൻ ഉണ്ടാകും ഇവിടെ പുല്ല് കിളിപ്പിക്കാനും സസ്യം കിളിപ്പിക്കാനും. പക്ഷേ ഞാനുള്ളിടത്തോളം കാലം ഇവിടെ ഒന്നും കിളിക്കുകയില്ല. അവനങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ, ആ മൂന്നാം ദിവസമാകുമ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകേണ്ടവനെ മുകളിലേക്ക് കൊണ്ടുപോയും, സൈഡിലേക്ക് കൊണ്ടുപോയവൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയും, ഫ്രീസാക്കി വെക്കേണ്ടവനെ ഫ്രീസാക്കി വെക്കും. കർത്താവ് തൻ്റെ മുളകളെ മുളപ്പിച്ച് പുറത്തു കൊണ്ടുവരും. എന്നിട്ട് ദൈവം അവിടെ ഒരു വിധാനമുണ്ടാക്കി. വിധാനമാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ഏകദേശം ഒരു 1500-2000 ഒക്കെ കിലോമീറ്റർ കാണുമായിരിക്കും. ടോപ്പോസ്ഫിയർ തുടങ്ങി എക്സോസ്ഫിയർ വരെയുള്ള ഈ ആകാശത്തട്ടുകൾ നമുക്കെല്ലാം ആകാശമായി തോന്നുന്നെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുവാൻ കാരണം ഈ 12,000 കിലോമീറ്ററിനുള്ളിലുള്ള ഈ അന്തരീക്ഷ മണ്ഡലമാണ്, ആകാശ മണ്ഡലങ്ങളാണ്. ആകാശമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിസ്തൃതമായി കിടക്കുകയല്ലേ. ദൈവം സൃഷ്ടിച്ച ഏറ്റവും വലുപ്പമേറിയത് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് പറയാം, അത് ആകാശമാണ്. കാരണം ഈ ഭൂമി ആകാശത്തിലാണ് കറങ്ങുന്നത്, സൂര്യന് ചുറ്റും. സൂര്യൻ മിൽക്കി വേ ഗാലക്സിക്ക്, അല്ലെങ്കിൽ ഈ സോളാർ സിസ്റ്റം മിൽക്കി വേ ഗാലക്സിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത്. നിങ്ങൾക്ക് പെർ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ 25,000 വർഷം യാത്ര ചെയ്താൽ ഈ മിൽക്കി വേ ഗാലക്സിയുടെ അറ്റത്ത് ചെല്ലാൻ കഴിയും, അതിൻ്റെ മധ്യഭാഗത്ത് ചെല്ലാൻ കഴിയും.
ഇതുപോലെ എത്രയോ ഗാലക്സികളുണ്ട്. ഇതെല്ലാം ആകാശത്തിലാണ്. പക്ഷേ ഈ ആകാശത്തിലെ ഈ വിധാനമാണ് നമ്മെ അത്ഭുതപ്പെടുന്നത്. 19-ാം സങ്കീർത്തനത്തിൽ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അപ്പോൾ ആകാശവിധാനം, ദൈവം ഒരു വിധാനമുണ്ടാക്കി. ആ വിധാനമാണ് അന്തരീക്ഷ മണ്ഡലം. ആ വിധാനം തൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ വിധാനമില്ലായിരുന്നെങ്കിൽ ഈ പുല്ലും സസ്യങ്ങളും ഈ വൃക്ഷങ്ങളും മുളച്ചു വരികയില്ല. അത് മുളച്ചു വരേണ്ടതിന് വേണ്ടി ദൈവം അത് മുളച്ചു വരുന്നതിന് മുൻപ് തന്നെ ക്രമീകരണം നടത്തുകയാണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുണ്ടെങ്കിൽ അത് നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം പ്ലാനിട്ട് ഓരോന്നോരോന്നായി ക്രമീകരിച്ചിരിക്കും. ഒരു ആരാധനാലയത്തിന് വേണ്ടി സ്ഥലം, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ജനിക്കുന്നതിന് മുമ്പേ ദൈവം അത് ക്രമീകരിച്ചിട്ടിരിക്കുകയാണ്. സമയമാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തിരിക്കും. ആ വിധാനം, ഈ വിധാനത്തിൽ ആദ്യത്തെ ആ ഭാഗം അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് എക്സോസ്ഫിയർ എന്നാണ് പറയുന്നത്. അതില്ലായിരുന്നെങ്കിൽ ഈ സൂര്യനിൽ നിന്ന് വരുന്ന സൗരക്കാറ്റുകൾ എന്ന് പറഞ്ഞാൽ അഗ്നിക്കാറ്റുകൾ ഇവിടേക്ക് വരാതിരിക്കുന്നത് ഈ എക്സോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ്. റേഡിയേഷൻസ് ഇവിടെ വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ എക്സോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു പുല്ലും കിളുക്കുകയില്ല, ഒരു വൃക്ഷവും കിളുക്കുകയില്ല, ഞാൻ നിങ്ങളിവിടെ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് ദൈവം ചെയ്ത കാര്യങ്ങൾ. രണ്ടാമത്തെ ആകാശത്തട്ടെന്ന് പറയുന്നത് തെർമോസ്ഫിയർ എന്ന് പറയും. ഭയങ്കര ചൂടാണ് അവിടെ. 4500 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടൊക്കെ അവിടെ ഉണ്ട്. അവിടെ അയോണീകരണം നടക്കുകയാണ്. അയോണുകൾ അവിടെ ഉണ്ടാകുകയാണ്. അയോണുകൾക്ക് വൈദ്യുതി ചാലക ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വിദൂരദേശത്തേക്കുള്ള നമ്മുടെ റേഡിയോ സംപ്രേഷണം നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ ദൂരദർശൻ ഉൾപ്പെടെയുള്ളതെല്ലാം അടച്ചു പൂട്ടേണ്ടി വരുമായിരുന്നു. ഇനി നിങ്ങൾ ആ 19-ാം സങ്കീർത്തനം ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അതിന് വിശദീകരണം അവിടെ എഴുതിയിട്ടുണ്ട്. പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രിക്ക് വാക്കുപൊഴി. എന്നിട്ട് പറയുകയാണ് വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. പക്ഷെ അതിൻ്റെ വചനം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. ഈ അയണോസ്ഫിയറിന്റെ പരിപാടിയാണ്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. മൂന്നാമത്തെ തട്ട് എന്ന് പറയുന്നത് മെസോസ്ഫിയറാണ്. ഭയങ്കരം തണുപ്പാണ് അവിടെ, ഭയങ്കരം തണുപ്പ്. പക്ഷേ അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ കെട്ടിടത്തേക്കാൾ വലിയ പാറകൾ ആകാശത്തിൽ പറക്കുന്നുണ്ട്, ഉൽക്കകൾ ഇവിടെ വീഴുന്നുണ്ട്. ഉൽക്കകൾ എന്നൊക്കെ പറയുമ്പോൾ 1000 ടണ്ണ്, 10,000 ടണ്ണ്, 5 ടണ്ണ്, 10 ടണ്ണ് ഒക്കെ ഉള്ള ഉൽക്കകൾ. ഞാൻ 50 ടൺ വലുപ്പമുള്ള ഉൽക്കകൾ വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് ഈ ആകാശമണ്ഡലത്തിലൂടെ ഊർന്നിറങ്ങി വരുമ്പോൾ 10, 500, 50,000 ടണ്ണൊക്കെ അത് കത്തിപ്പോകും. ഈ കല്ലുകൾ, ഈ മെറ്റൽസുകൾ, ഈ ഉൽക്കകൾ ആകാശത്തിൽ നിന്നിങ്ങനെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ ഈ മെസോസ്ഫിയർ വരുമ്പോൾ അത് ഉരുക്കിക്കളയും. ആ തട്ടില്ലായിരുന്നെങ്കിൽ ഈ യോഗം ഒരുപക്ഷെ ഇവിടെ നടക്കുകയില്ലായിരുന്നു. പകൽ പറക്കുന്ന അത്രവും, രാത്രിയിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവും ഒന്നും തൊടാതിരിക്കുന്നതിൻ്റെ രഹസ്യം ദൈവം ചില വിധാനങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയുമൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ പാവപ്പെട്ട പുല്ല് ഈ കല്ല് വന്ന് വീണ അത് പിന്നെ കാണുമോ? അതിനറിയത്തില്ലെങ്കിലും അതിനെ സൃഷ്ടിക്കുന്ന ദൈവത്തിനറിയാം എന്തു വരുമെന്ന്. അതിനുവേണ്ടിയുള്ള തടസ്സങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചൻ അവിടെ ചെയ്യുകയാണ്. അതിങ്ങോട്ട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് സ്ട്രാറ്റോസ്ഫിയർ, അടുത്ത മൂന്നാമത്തെ ലെയറാണ്. അവിടെയാണ് ഈ ഓസോൺ വാതക ലെയറുള്ളത്. സൂര്യനിൽ നിന്ന് വരുന്ന
അൾട്രാ വയലറ്റ് രശ്മികളെ ഈ ഓസോൺ അവിടെ പിടിച്ചു വെക്കും. അത് പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരു സസ്യവും മുളയ്ക്കുകയില്ല, മുളച്ചാലും നിലനിൽക്കുകയില്ല. മനുഷ്യരെല്ലാം സ്കിൻ ക്യാൻസർ രോഗികളായിട്ട് മാറിപ്പോകും. ഭയാനകമാണ്. ഞാനൊരു സ്കിൻ ക്യാൻസർ രോഗിയെ കണ്ട രംഗം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു നേഴ്സായിരുന്നു അവർ. ശരീരത്തിലെ മുഴുവൻ തൊലിയും പോയിട്ട് ഒരു മാംസപിണ്ഡമായി കിടക്കുന്ന രംഗം എനിക്കൊന്നു മാത്രമേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. ഭയങ്കരമാണ് ഈ അൾട്രാവയലറ്റ് രശ്മിയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞാനും നിങ്ങളും അങ്ങനെ ആകാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയറാണ്. ഇതിവിടുത്തെ രാജ്യമുണ്ടാക്കിയതല്ല, ഇന്ത്യ ഉണ്ടാക്കിയതല്ല, അമേരിക്ക ഉണ്ടാക്കിയതല്ല, ചൈന ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും മതമുണ്ടാക്കിയതല്ല, ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കിയതല്ല. എൻ്റെ ദൈവം ഉണ്ടാക്കിയതാണ്. എൻ്റെ ദൈവം ഉണ്ടാക്കിയത് കൊണ്ടാണ് എല്ലാവരും സുഖമായിട്ട് ഇവിടെ കഴിയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചാൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് എന്ത് കണ്ടാലും ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. കാരണം അവിടെ എല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഏറ്റവും നമ്മുടെ മുകളിലുള്ളത് ഒരു 11 കിലോമീറ്റർ വരെ മാക്സിമം, അതിന് ടോപ്പ് ഓഫ് സ്ഫിയർ എന്നാണ് പറയുന്നത്. ഈ ലെയർ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ശ്വസിക്കുന്നത്. അപ്പോൾ വാതകങ്ങൾ, ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും വാതക സഞ്ചയങ്ങളാണ്. അതിൽ പ്രത്യേകിച്ച് ഓക്സിജൻ. ഈ ലെയർ ഇല്ലായിരുന്നെങ്കിൽ ഈ ഓക്സിജനെ പിടിച്ചു നിർത്താൻ കഴിയാതെ മുകളിലേക്ക് പോകുമായിരുന്നു. നമുക്കൊന്നും ശ്വസിക്കാൻ ഒന്നും ഉണ്ടാകുകയില്ല. കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾക്ക് കിട്ടാതെ പോയേനും, ഇവിടെ ഒന്നും കിളുക്കാതെ വന്നേനും, ഒന്നും മുളയ്ക്കാതെ വന്നേനും. ഒരത്ഭുതമല്ലേ ദൈവം വിധാനമുണ്ടാക്കിയത്? എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മൾ ആരാധിക്കുന്ന ദൈവം നാം അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കാണാതെയാണ് നമ്മൾ നിരാശപ്പെടുന്നത്. നമ്മൾ ഒന്നാം ദിവസത്തിൽ നിന്ന് നമ്മൾ ഇരുളിനെ കണ്ട് നിരാശപ്പെടുന്നവരാണ്, പാഴിനെ കണ്ട് നിരാശപ്പെടുന്നവരാണ്. രണ്ടാം ദിവസത്തിൽ വെള്ളം കണ്ട് നമ്മൾ നിരാശപ്പെടുന്നതാണ്. അവിടെ നിന്ന് വിശ്വാസത്തിൽ നീ മൂന്നാം ദിവസത്തിലേക്ക് വന്നാൽ അത് മാറുന്നത് കണ്ടാൽ ഒന്നാം ദിവസവും നിനക്ക് ആരാധിക്കാൻ കഴിയും, രണ്ടാം ദിവസവും നിനക്ക് ആരാധിക്കാൻ കഴിയും. നിനക്ക് പറയാൻ കഴിയും, വെള്ളമേ നിനക്ക് ഇവിടെ നിൽക്കാൻ കഴിയുകയില്ല, ഇരുളെ നിനക്ക് ഇവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. ഒരുപക്ഷേ എൻ്റെ സമയമാകാത്തത് കൊണ്ട് ഒരല്പസമയം നിനക്കുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല, നീ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് അവന് വിശ്വാസത്തിൽ പറയുവാൻ കഴിയും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. വിശ്വാസം എന്നോ പാഴിൻ്റെയും ശൂന്യതയുടെയും ഇരുളിൻ്റെയും വെള്ളത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് മൂന്നാം ദിവസത്തിലേക്ക് ചാടി നിന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നതാണ് വിശ്വാസം. അപ്പം ഈ വിധാനങ്ങൾ ദൈവമെല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ അത്ഭുതകരമായ സൃഷ്ടികർത്താവ് നടത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ പാഴോ രണ്ടാമത്തെ ദിവസത്തെ ഇരുളോ ശൂന്യതയോ ഒന്നും ഭാരപ്പെടേണ്ട. അതൊക്കെ ജീവിതത്തിൻ്റെ, ഞാനതല്ലേ ബിലിഗ്രാമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കരിമ്പനിലെ ബാർ ഷോപ്പിലെ മഞ്ഞ് പെയ്യുന്ന ആ രാത്രിയിൽ ഞങ്ങൾ അവിടെ ഉറങ്ങുമ്പോൾ പാടല്ലായിരുന്നോ, ശൂന്യമല്ലായിരുന്നോ, ഇരുളല്ലായിരുന്നോ? എന്നാൽ ഇന്നിപ്പോൾ ആ പാടെവിടെ, ആ ശൂന്യത എവിടെ? മൂന്നാം നാളിലേക്ക് എടുത്തു ചാടി വിശ്വാസത്തിൽ പറയണം, ഇരുളെ നിനക്കധികം ഭരിക്കാൻ ഒക്കുകയില്ല. എൻ്റെ ദൈവം വെളിച്ചമാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, അത് സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മൾ വായിച്ചത് പ്രധാന ദൂതിലേക്ക് നമ്മൾ വരികയാണ്. ദൈവം പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതതരം വിത്തുള്ള സസ്യങ്ങളും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഉണ്ടാക്കി. ദൈവത്തിൻ്റെ സൃഷ്ടി ബൈബിൾ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ അത് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് വേണം വ്യാഖ്യാനിക്കാൻ. ഈ
ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ ആധാരമാക്കിക്കൊണ്ടാണ് യേശു അപ്പോസ്തലന്മാരും എല്ലാം പ്രസംഗിച്ചത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ പ്രസംഗിച്ചത്. തിരുവെഴുത്തുകൾ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, തിരുവെഴുത്തുകൾ അങ്ങനെ എഴുതിയിരിക്കുന്നു, അത് നിവൃത്തിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളുടെ വ്യാഖ്യാനമാണ് മത്തായി തുടങ്ങി വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ. പുതിയ റെവലേഷനൊന്നുമില്ല, ഉള്ള റെവലേഷൻ്റെ വ്യാഖ്യാനങ്ങളാണ്. പണ്ടുണ്ടായിരുന്ന അഭിഷേകമാണ്, ആ അഭിഷേകത്തിൻ്റെ ശരിയായ വ്യാഖ്യാനമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിച്ച് അതിനകത്ത് രക്ഷയും സ്നാനവും എല്ലാം ഫിലിപ്പോസിന് പ്രസംഗിക്കാൻ കഴിഞ്ഞതും ധനകാര്യമന്ത്രിയെ സ്നാനപ്പെടുത്താൻ കഴിഞ്ഞുമൊക്കെ. അവരുടെ കയ്യിലന്ന് മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും ഒന്നും കിട്ടിയിട്ടില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വ്യാഖ്യാനിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുരേഷ് ബാബു ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ ദേശത്ത് വന്ന് നടത്തിയ ആ മീറ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം അന്ന് വ്യാഖ്യാനിച്ച വ്യാഖ്യാനത്തെക്കുറിച്ച് ഇന്നലെ എൻ്റെ മകൻ പറയുകയുണ്ടായി. എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ മക്കളത് ഓർക്കുന്നു, ആ മെസ്സേജ് ഓർക്കുന്നു എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. കാരണം ചില ആൾക്കാരോട് നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു യോഗം, ഭയങ്കരമായിരുന്നു, എങ്ങനെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഇന്നലത്തെ പ്രസംഗം വിഷയം അതങ്ങോട്ട് ഓർക്കുന്നില്ല, പിന്നെന്തോ അനുഗ്രഹം ഉണ്ടായിരുന്നു നമുക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കണം എന്നുള്ള വലിയ നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ട്. ഇത് നിങ്ങൾ മറക്കില്ലെന്നും എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ നിയമം വ്യാഖ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് വ്യാഖ്യാനം നമ്മൾ കൊണ്ടുവന്നാലും ആ വ്യാഖ്യാനം പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം പിശാച് തന്ത്രശാലിയാണ്. അവൻ എപ്പോഴും നമ്മളെ തെറ്റിക്കുവാനായിട്ട് നോക്കും. ഏതെങ്കിലും നിലയിൽ പിശാച് നിങ്ങൾക്ക് ആരാധന ഇഷ്ടമാണെങ്കിൽ അവൻ ആലയത്തിൽ കൊണ്ടുപോകും, പക്ഷേ ആലയത്തിൻ്റെ അകത്തായിരിക്കുകയില്ല, മുകളിലായിരിക്കും കൊണ്ടുപോയി നിർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ വചനം തിരുവചനപ്രകാരം തന്നെ വ്യാഖ്യാനിക്കണം. ഏത് കാര്യങ്ങൾ ചെയ്താലും അതിൽ ബൈബിളിൽ ബേസ് ഉണ്ടോ എന്നറിയാം. ബൈബിളിന് പുറത്തുള്ളൊരു വെളിപ്പാട് ദൈവം ആർക്കും കൊടുക്കുന്നില്ല. ബൈബിളിലുള്ള വെളിപ്പാടാണ് ദൈവം വ്യാഖ്യാനിച്ച് നൽകുന്നത്. കാരണം ബൈബിളിന് പുറത്ത് ഒരു പുതിയ വെളിപ്പാട് ഇന്നലെയും ആവശ്യമില്ല, ഇന്നും ആവശ്യമില്ല, നാളെയും ആവശ്യമില്ല. കാരണം ബൈബിൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളുമുണ്ട്, എല്ലാ കൃപാവരങ്ങളും. ബൈബിളിൽ അന്യഭാഷയുണ്ട്, അത് ഇന്നുമുണ്ട്. ബൈബിളിൽ വ്യാഖ്യാനമുണ്ട്, അത് ഇന്നുമുണ്ട്. ബൈബിളിൽ പ്രവചനമുണ്ട്, അത് ഇന്നുമുണ്ട്. ബൈബിളിൽ രോഗശാന്തിയുണ്ട്, അത് ഇന്നുമുണ്ട്. ബൈബിളിൽ വീര്യപ്രവർത്തികളുണ്ട്, അത് ഇന്നുമുണ്ട്. അത് നാളെയും ഉണ്ടായിരിക്കും. ഈ കൃപായുഗം തീരുന്നത് വരെയും അത് തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ അതെല്ലാം ഈ ബൈബിളിൻ്റെ വ്യവസ്ഥയിലാണോ, അപ്പോസ്തലന്മാരുടെ മാതൃകയിലാണോ എന്നിടയ്ക്കിടയ്ക്ക് നമ്മൾ ശോധനയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് അബദ്ധങ്ങളുണ്ടാകാം. ഞാനൊരിക്കൽ എന്നെ ഈ നെബോ പർവ്വതത്തിന് താഴെ ഒരു മോശ മരിച്ച ആ നെബോ പർവ്വതത്തിന് താഴ്വരയിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത്, ജോർഡാൻ രാജകൊട്ടാരത്തിലെ ജോലിക്കാരനായ ഒരു സരസൻ എന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ബെൻസ് കാറിൽ എന്നെ കൊണ്ടുപോകണം അവിടേക്ക്. അപ്പം അതിൻ്റെ ടോപ്പിലാണ് ആൾക്കാരൊക്കെ വന്ന് മോശ ഇവിടെ നിന്നാണ് കനാൻ നാട് കണ്ടത് എന്നൊക്കെ കാണുന്ന ആൾക്കാർ കണ്ടിട്ട് പോകാറുണ്ട്. എന്നാൽ എനിക്കൊരു ഭാഗ്യം കിട്ടി എൻ്റെ അടിവാരത്തിൽ പോകാൻ. അങ്ങനെ അടിവാരത്തിലേക്ക് ഞങ്ങളെ ഈ മലയിറങ്ങി നെബോ പർവ്വതം ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഒരു ആകപ്പാട് ഒരു മരവിച്ച ഒരു അനുഭവം ഉണ്ടായി. മരവിച്ച അനുഭവം എന്ന് പറയുമ്പോൾ ഈ പുണ്യ സ്ഥലങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളതായിട്ട് എനിക്ക് വിശ്വാസമില്ല. കാരണം ബൈബിൾ പറയുന്ന ഭൂമി മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും ദൈവത്തിൻ്റെ ദാസന്മാർ ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ ഞാൻ മർക്കോസിൻ്റെ മാളിക മുറിയിൽ പോയിട്ടുണ്ട്, ആ കെട്ടിടത്തിൽ പോയിട്ടുണ്ട്, അസൂസ സ്ട്രീറ്റിൽ പോയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് രോമാഞ്ചമൊന്നും ഉണ്ടാകാറില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആ സ്ഥലം ഉണ്ടാകുമ്പോൾ പ്രത്യേക രോമാഞ്ചം എനിക്ക് പൊതുവായിട്ട് ഉണ്ടാകാറില്ല. അതെൻ്റെ കുഴപ്പമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കാരണം
എന്നാൽ പരിശുദ്ധാത്മ വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഈ മോശം മരിച്ചു അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ചിന്ത വേറെ പോയി. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ ചെല്ലുമ്പോൾ ഒരു അറബി ഈ ആകാശത്തിലേക്ക് വെടിവെച്ചിട്ട് എന്തുവാ 47 അല്ലേ, അത്രയും ഒരു തോക്ക് വെടിവെച്ചിട്ട് അയാളെ ഞങ്ങളുടെ നേരെ ഇങ്ങനെ വരും, എൻ്റെ സരസിൻ്റെ നേരെ വരികയാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വഴി പട്ടി കുരയ്ക്കുമ്പോൾ ഞാൻ ചാടിയിട്ടുണ്ട്. പിന്നെയാണ് ഓർക്കുന്ന ഞാൻ വണ്ടിയിലും പട്ടി വഴിയിലും. നമ്മുടെ ധൈര്യം, ഞാൻ എൻ്റെ ധൈര്യത്തിൻ്റെ കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ എനിക്കൊരു അനക്കം ഉണ്ടായില്ല, ഭയം ഉണ്ടായില്ല. കാരണം എൻ്റെ മനസ്സ് വേറൊരു വിഷയത്തിലേക്ക് പോവുക. ദൈവമേ, മോശയുടെ സൗമ്യത, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ പോകണ്ട, ഇപ്പം പോകണ്ട, നിൻ്റെ പ്രസംഗം കേട്ടവർ എല്ലാം പോട്ടെ, നീ ഇവിടെ ഈ ബോർഡറിൽ വന്ന് നീ പ്രസംഗിച്ച രാജ്യം ഒന്ന് കാണുക, നിൻ്റെ പ്രസംഗം കേട്ട് എന്നെ ആരാധിച്ചവരൊക്കെ നീ അങ്ങോട്ട് പോട്ടെ എന്ന് പറയുന്ന രംഗം. ഞാൻ പ്രസംഗിക്കുന്ന ആളല്ലേ, എത്ര വർഷമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. എന്നെ ഇതിങ്ങനെ ചിന്തിപ്പിക്കുക. അപ്പോഴൊരു വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യം, കർത്താവിൻ്റെ വാക്കുകൾ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി വീര്യപ്രവൃത്തികൾ ചെയ്തു എന്ന് പലരും പറയും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്തു പറയും എന്ന് പറയുമ്പോൾ ഈ വാക്യം കൂടെ വന്നപ്പോൾ ഞാൻ ഓർത്തു, അപ്പം ഈ രോഗികളെ സൗഖ്യമാക്കിയവരും പ്രവചിച്ചവരും വീര്യപ്രവർത്തികൾ ചെയ്തവരും എല്ലാം നരകത്തിൽ പോകുമെങ്കിൽ ബൈബിള് തെറ്റിയില്ലേ? ഇത് കർത്താവിൻ്റെ കൃപാവരങ്ങളല്ലേ? കർത്താവ് പറഞ്ഞിട്ടില്ലേ പ്രവചനത്തെക്കുറിച്ചുമൊക്കെ? ഇവിടെ യേശു പറയുകയാണ്, ഭൂതങ്ങളെ പുറത്താക്കിയവരും പ്രവചിച്ചവരും വീര്യപ്രവൃത്തി ചെയ്തവരുമൊക്കെ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടെ രണ്ടും കൂടെ എങ്ങനെ യോജിച്ചു വരുന്നത്? അപ്പോഴാണ് കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യം, ഏത് ശുശ്രൂഷകളും ചെയ്യുമ്പോഴും ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി ആരെയും ഉപയോഗിക്കും. നെബൂഖദ്നേസറിന് ദൈവം സ്വപ്നം കൊടുക്കും, അതിന് ദാനിയേൽ തന്നെ വ്യാഖ്യാനിച്ചെങ്കിലേ അത് ഗ്രഹിക്കാൻ ഒക്കൂ. അപ്പോൾ ഇതിലാരാ ഏറ്റവും വലുത് സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ? ദാനിയേലാണോ? നെബൂഖദ്നേസർ അത്ര മോശമാണോ? പുള്ളി സ്വപ്നം കണ്ടില്ലേ? ആത്മാവിലല്ലേ കണ്ടത്. പക്ഷെ നെബൂഖദ്നേസർ സ്വർഗത്തിൽ കാണുകയല്ല, ദാനിയേൽ സ്വർഗത്തിൽ കാണും. അപ്പം നെബൂഖദ്നേസർ വന്ന്, കർത്താവേ ഞാൻ സ്വപ്നം കണ്ടില്ലേ? നിൻ്റെ ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ? നിൻ്റെ ദാസന്മാരെത്രയോ ഇതുള്ളത് കൊണ്ടല്ലേ പ്രസംഗിച്ച് അവർ മിടുക്കരായത്, പോൾ ഗോപാലകൃഷ്ണനെ പോലുള്ളവരെ എന്ന് ചോദിച്ചാൽ ദൈവം പറയും, ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന്. ഇതാണ് എന്നെ ഭയപ്പെടുത്തിയത്. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ താരതമ്യപ്പെടുത്തുകയായിരുന്നു അവിടെ. എൻ്റെ ശുശ്രൂഷയല്ല എന്നെ സ്വർഗത്തിലെത്തിക്കുന്നത്, എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തനും നിങ്ങളും എല്ലാം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കിയത് കൊണ്ട് ദൈവം ഞങ്ങളെ ഉപയോഗിക്കാതിരിക്കുകയല്ല. പക്ഷേ അതൊന്നും ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, നിങ്ങളുടെ കണ്ണുനീര് കൊണ്ടാണ്, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ മിക്കവാറും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്കൊന്ന് പോയിട്ട് സ്റ്റേജിൽ കയറാറുള്ളൂ. അത് കഴിഞ്ഞും ഞാൻ എന്നോട് തന്നെ പോയിരുന്നിട്ട് പറയും, നീ ആരായിരുന്നടാ, നിൻ്റെ പേരെന്നായിരുന്നടാ, നിൻ്റെ തൊഴിൽ എന്നായിരുന്നടാ, നീ ഏത് നാട്ടുകാരനായിരുന്നടാ, പറയടാന്ന് ഞാൻ എന്നോടൊരു പ്രസംഗം നടത്താറുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെ മറുപടി പറയും, എൻ്റെ പേരെന്നായിരുന്നടാ, ഗോപാലകൃഷ്ണൻ എന്നായിരുന്നു. അപ്പോൾ ആ പേരിൽ തന്നെ മനസ്സിലായല്ലോ നിനക്ക് വലിയ പാരമ്പര്യമൊന്നുമില്ല. പിന്നെ അടുത്ത് ഓരോ കാര്യം ഞാൻ അങ്ങനെ ഇരുന്ന് പറയാറുണ്ട് എന്നോട് തന്നെ. അപ്പം വേദപുസ്തകം, ശുശ്രൂഷകൾ, എല്ലാറ്റിൻ്റെയും മാതൃക ഇതിലാധാരമുണ്ടായിരിക്കണം. ഇതിലാധാരമില്ലാത്തതൊന്നും വേണ്ട എന്ന് പറയണം. കാരണം അത് നമ്മുടെ നിത്യതയെ നാളെ ബാധിക്കും. അപ്പോൾ ബൈബിളിൽ പുല്ലും സസ്യങ്ങളും വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു, നല്ലതെന്ന് ദൈവം കണ്ടു. പക്ഷേ അത് ഒറ്റ ഭൗതിക കാര്യം മാത്രമാണോ? അതിനകത്ത്
ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്തു. എമ്മോസിലേക്ക് പോയവരെ, മോശ തുടങ്ങി പ്രവാചകന്മാരുടെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ മോശയുടെ പുസ്തകത്തിൽ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, അവർ മടങ്ങി വന്നു. അത് നമ്മൾ ലൂക്കോസ് 24 വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുല്ലുകളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും വ്യാഖ്യാനിക്കുമ്പോൾ എബ്രായ ലേഖനം 6 പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളപ്പിക്കാതെ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് ഒത്തതും ചുട്ടുകളയുകയത്രേ അതിൻ്റെ അവസാനം. അപ്പോൾ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ ഈ ഭൂമി കിളിപ്പിക്കണം. കാരണം അത് പലപ്പോഴും മഴ കുടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ യേശു പറഞ്ഞു സസ്യങ്ങളോടുള്ള ബന്ധത്തിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത എല്ലാ കൊമ്പുകളെയും എടുത്തു കളയും. കായ്ക്കുന്നത് അധികം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. അപ്പോൾ സസ്യവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ മുന്തിരിവള്ളിയായും അതുപോലെ കർത്താവിനെ നമ്മളെ അതിൻ്റെ കൊമ്പുകളായിട്ടും കർത്താവ് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കാട്ടൊലിവായിരുന്ന നിങ്ങളെ നാട്ടൊലിവിനോട്, നല്ല ഒലിവിനോട് ചേർത്ത് ബന്ധിക്കുന്നു. അവിടെ നമ്മളെ വൃക്ഷങ്ങളുമായിട്ട് ഉപമിക്കുന്നുണ്ട്. അപ്പോൾ അല്പസമയം നിങ്ങൾ ഈ വ്യാഖ്യാനത്തിലൂടെ ഒന്ന് കടന്നു പോകണം. പുല്ലിനോടും സസ്യത്തോടും അതുപോലെ വൃക്ഷത്തോടും ദൈവം എന്നെയും നിങ്ങളെയും ഉപമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. വിത്തുള്ള ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ദാസൻ ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൽ നിയുക്തനായിരിക്കും. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ചിലരെ ഒരുക്കിയെടുക്കുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ച്. ദൈവം ഒരു പുല്ലിനെയോ സസ്യത്തെയോ മരത്തെയോ വെറുതെ കിളിപ്പിക്കുകയല്ല. അത് ഉണങ്ങിപ്പോകുമ്പോൾ, അതെങ്കിൽ മാറിപ്പോകുമ്പോൾ അടുത്തൊരു ജനറേഷൻ ഉണ്ടാകാൻ അതിനകത്ത് വിത്തും കൂടെ ഉണ്ടായിരുന്നു. കരമടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തമായിട്ട്. ഭാഗ്യവശാൽ എനിക്കും നിങ്ങൾക്കും ഇവിടെ ജനിക്കുവാൻ കഴിഞ്ഞു. ഒരു കാലഘട്ടം വരുമ്പോൾ മരണം വഴിയായി നമ്മളെല്ലാവരും കടന്നു പോകും. നമ്മൾ കടന്നുപോയാലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വിത്തുള്ളവരായിരിക്കണം നമ്മൾ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മരണം വഴിയായി എനിക്ക് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. എറണാകുളത്തെ റെജിപ്പാസ്, ഞങ്ങളൊരു 2 മാസം മുൻപ് ഞാൻ ചോറ്റാനിക്കരയിൽ ഒരു കൺവെൻഷന് എക്സോഡസിലെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും എല്ലാം കൂടെ നടത്തിയ ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. അപ്പം 2 മാസം മുൻപ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പിരിഞ്ഞതാണ്. ആ ദൈവത്തിൻ്റെ അഭിഷിക്തൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. പാസ്റ്റർ പൗലോസ്. അങ്ങനെ എത്രയോ പേർ, ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ നിന്ന് കടന്നു പോകും. പക്ഷേ പുല്ലിപ്പോഴുമുള്ളതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? സസ്യം ഇപ്പോഴുമുള്ളതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? വൃക്ഷങ്ങൾ ഇപ്പം ഉള്ളതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അതിൽ വിത്തുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്വത്രം 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 സ്വത്രം. അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയുള്ള വിത്ത്, നാളത്തേക്ക് വേണ്ടിയുള്ളൊരു വിത്ത്. ഇന്ന് കണ്ട് മാറിപ്പോകുന്നതല്ല. നാളെ ഞാൻ മരിച്ചാലും നാളെ കർത്താവിന് വേണ്ടി എന്നിലൂടെ ചില നിലനിൽക്കണം എന്നുള്ള ആഴമേറിയ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലേക്കാണ് നാം ഉയരേണ്ടത്. ഇന്നത്തെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഇന്നത്തെ നിലയ്ക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത 100 വർഷം കഴിഞ്ഞാലും കർത്താവ് വരാൻ താമസിച്ചാൽ അന്നും കർത്താവിൻ്റെ വേല, അന്നും കർത്താവിൻ്റെ ദാസന്മാർ, അന്നും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അല്ലാതെ
ചുമ്മാതെ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ബൈബിളിൽ ഒരാളെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ ആർക്കും ഇഷ്ടമല്ലാതെ ആ മരിച്ചുപോയി എന്നൊരു രാജാവിനെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആർക്കും ഇഷ്ടമല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹം. ഹിറ്റ്ലർ മരിച്ചപ്പോൾ ആൾക്കാരെ സന്തോഷിച്ചതുപോലെ അങ്ങനെ നമ്മുടെ ജീവിതം ആകാൻ പാടില്ല. സ്തോത്രം. ഒരു തീരുമാനത്തിലേക്ക് നാം വരണം. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ചിലത് നിലനിൽക്കത്തക്ക നിലയിൽ വിത്തുള്ളൊരു വ്യക്തിയായി ഞാൻ മാറണം, പ്രയോജനമുള്ളൊരു വ്യക്തിയായി ഞാൻ മാറണം. ആ സസ്യം കണ്ട്, ആ മരം കണ്ട് പറയണം നമ്മളെക്കുറിച്ച്. ഈ പുല്ലിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ അതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെയുണ്ട്. നിങ്ങൾക്കറിയാമോ? ബേത്ലഹേമിൽ യവമില്ലാതിരുന്നപ്പോൾ, പുല്ലില്ലാതിരുന്നപ്പോൾ എലീമേലെക്കും നവോമിയും കില്യോനും മഹ്ലോനും പുല്ലുള്ള മേഖല നോക്കി പോയി. പക്ഷേ മോവാബിലെ പുല്ല് അവർക്ക് പ്രയോജനം ചെയ്തില്ല. മോവാബിലെ പുല്ല് മഹ്ലോനെയും കില്യോനെയും എലീമേലെക്കിനെയും കൊണ്ടുപോയി. പിന്നെ നവോമിയും രൂത്തും ഓർപ്പയുമായി തീർന്നു. എന്നാൽ ബേത്ലഹേമിൽ വീണ്ടും യവക്കൊയ്ത്തിൻ്റെ കാലമായി. അതുകൊണ്ട് ദാവീദിന്, ഇശായിക്ക്, ഓബേദിന് ഒരു അമ്മച്ചിയെ കിട്ടി, രൂത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പുല്ലില്ലാതെ വന്നാൽ ആൾക്കാർ പോകും, പുല്ലുണ്ടെങ്കിൽ ആൾക്കാർ വരും. വല്ലതും മനസ്സിലായോ? നമ്മുടെ സഭകളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ അപ്പത്തിൻ്റെ വീടെന്നുള്ള പേരുണ്ടെങ്കിലും അപ്പമില്ലെങ്കിൽ ജനങ്ങൾ നിൽക്കുകയില്ല. അപ്പമുണ്ടെന്ന് കേട്ടാൽ രൂത്തുമാര് വരും. എത്ര പേർ വിശ്വസിക്കുന്നു ചില രൂത്തുമാരെ ദൈവം കൊണ്ടുവരുമെന്ന്? കരമടിച്ച് ഹല്ലേലൂയ. രൂത്ത് മോവാബുകാരിയാണ്, അവൾ സാധാരണക്കാരിയാണ്. പക്ഷേ ചരിത്രം സൃഷ്ടിക്കുവാൻ അവളെ കൊണ്ട് കഴിയും. നിന്റെ പാടശേഖരത്തിൽ യവക്കൊയ്ത്തുണ്ടെങ്കിൽ കരമടിച്ച് ഹല്ലേലൂയ. കിളുക്കേണ്ടത് കിളുക്കാൻ തുടങ്ങിയാൽ അത്ഭുതകരമായി നിനക്ക് കാണാൻ കഴിയും. നീ വിളിക്കാതെ തന്നെ നിന്റെ യോഗത്തിൽ ചില രൂത്തുമാരിയ്ക്കുന്നത്, പിൽക്കാലങ്ങളിൽ ആ രൂത്തുമാര് ചരിത്രം സൃഷ്ടിക്കുന്നത്, അനുഗ്രഹമാകുന്നത്, അവർ മുഖാന്തരം പുസ്തകങ്ങൾ ഉണ്ടാകുന്നത്, തലമുറയ്ക്ക് വായിക്കുവാൻ കഴിയുന്നത് നിന്റെ പാടശേഖരത്തിൽ നിനക്ക് കാണുവാനായിട്ട് കഴിയും. സസ്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം കർത്താവ് പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കെയില്ല. നിങ്ങളുടെ വചനം എന്നിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. ഇതൊക്കെ കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്, മുന്തിരിവള്ളിക്ക്, കൊമ്പിന് മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കാതെ ഫലം കായ്ക്കാനൊക്കെയില്ല. അപ്പം കർത്താവുമായിട്ട് ആഴമേറിയ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഫലം കായ്ക്കാനൊക്കത്തുള്ളൂ. അതൊരു സെൻറ്റിമീറ്ററോ 1 ഇഞ്ചോ 10 മീറ്ററോ 1 കിലോമീറ്ററോ എത്ര അകന്നാണേലും സെയിമാണ് ഈ കാര്യത്തിൽ. മുന്തിരിവള്ളിയിൽ നിന്ന് അതിൻ്റെ കൊമ്പ് 1 കിലോമീറ്റർ അകലെ കിടക്കുന്നവനേക്കാൾ താരതമ്യപ്പെടുത്തിയാൽ 10 മീറ്റർ അടുത്ത് കിടക്കുന്നവൻ കുറേ കൂടി ബെറ്ററാണ്. 10 മീറ്റർ അകലെ കിടക്കുന്നവനേക്കാൾ മുന്തിരിവള്ളിയിൽ 1 ഇഞ്ച് അടുത്തിരിക്കുന്നവൻ കുറേ കൂടെ ബെറ്ററാണ്. പക്ഷേ ഇത് മൂന്നും മുന്തിരിവള്ളിയെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. വല്ലതും മനസ്സിലായോ? ഫലം കായ്ക്കണമെങ്കിൽ ചേർന്നിരിക്കുക തന്നെ ചെയ്യണം. ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടിപ്പാക്കും. സ്തോത്രം. ഫലം കായ്ച്ചിട്ടും ചെത്തിവെടിപ്പാക്കുന്നെങ്കിലും ഓർത്ത് നോക്കൂ, ദൈവം ഉപയോഗിച്ചവരെല്ലാം, ഫലം കായ്ച്ചവരെല്ലാം
അസാധാരണമായ വേദനകളിലൂടെ, അസാധാരണമായ കഷ്ടതയിലൂടെ, ഉറക്കമില്ലാത്ത രാത്രികൾ, അപമാനത്തിൻ്റെ നിന്ദയുടെ അവസ്ഥകൾ, ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയവരാണ് ഫലം കായ്ച്ചിട്ടുള്ളവരെല്ലാം. കർത്താവാണ് ചെത്തി വെടിപ്പാക്കുന്നെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. കർത്താവാണ് ചെത്തി വെടിപ്പാക്കുന്നെങ്കിൽ അത് അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ്. കർത്താവാണ് ചെത്തി വെടിപ്പാക്കുന്നെങ്കിൽ അല്പസമയം കാത്തിരുന്നാൽ അതിൽ ഫലം കാണും. നീ മാത്രമല്ല, നിന്റെ നാട്ടുകാർ മാത്രമല്ല, ലോകം മുഴുവൻ കാണും. നിന്നെ നിന്ദിച്ചവരും നിന്നെ അപമാനിച്ചവരും നീ തീർന്നുപോയെന്ന് പറഞ്ഞവരുമൊക്കെ കാണത്തക്ക നിലയിൽ അവരുടെ കണ്ണിന്റെ മുൻപിൽ തന്നെ ആ ഫലം വെളിപ്പെട്ടു വന്നിരിക്കും. ഹല്ലേലൂയ. അതെ, നമ്മൾ ഒരു ധാന്യം വളർത്തുന്ന ഒരു പുല്ല് പോലാകാം, അല്ലെങ്കിൽ നമ്മൾ സസ്യമാകാം. പക്ഷെ എല്ലാത്തിൻ്റെയും ഉദ്ദേശം ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഫലം കായ്ക്കുക എന്നുള്ളതാണ്. ഇനി വൃക്ഷങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ബഥാനിയിൽ നിന്ന് പോകുകയാണ്. ഇനി അടുത്ത തൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളേ ഉള്ളൂ. ഇതിനിടയ്ക്ക് കർത്താവിനൊന്ന് വിശന്നു. ആ വിശപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിശപ്പൊന്നും ആയിരുന്നില്ല. കർത്താവിന് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടാകുകയില്ല. 40 ദിവസമൊക്കെ ഉപവസിച്ച കർത്താവിന് ഇതൊരു വിഷയമല്ല. പ്രത്യേകിച്ച് മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ നിന്നൊക്കെയാണല്ലോ ഒരുപക്ഷെ ഈ യാത്ര. അപ്പോൾ ആ വൃക്ഷം കാണുമ്പോൾ നല്ല ഇലയുള്ള വൃക്ഷം, നല്ല ശിഖരമുള്ള വൃക്ഷം, ഒരു അത്തിവൃക്ഷമാണ്. ആ അത്തിവൃക്ഷത്തിൻ്റെ അടുക്കൽ കർത്താവ് ചെന്നു. അതിൽ ഫലം കാണും എന്ന് പ്രതീക്ഷിച്ച് കർത്താവ് ചെന്ന് നോക്കി. അത് ഫലമൊന്നും കണ്ടില്ല. കർത്താവ് അത്തിവൃക്ഷത്തെ ശപിക്കുകയാണ്. അത് ഉണങ്ങിപ്പോവുകയാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു. ഇത് വായിച്ചു വരുമ്പോൾ ഞാൻ ഈ ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ കൂടി എൻ്റെ മനസ്സിലൂടെ കടന്നു വരികയും എൻ്റെ ശ്രോതാക്കൾ അങ്ങനെ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതുകൾ പറയാൻ ഞാൻ പ്രേരിപ്പിക്കപ്പെടും. അപ്പം ഇവിടെ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരുന്ന ഒരു കാലത്ത് യേശുവിനെ പോലുള്ളൊരാൾ ആ വൃക്ഷത്തിൽ അത്തിപ്പഴം നോക്കിയത് ശരിയോ തെറ്റോ? പറഞ്ഞിട്ട് പിള്ളേരെ, മാങ്ങയുടെ കാലത്ത് മാവിൽ മാങ്ങ നോക്കിയെന്ന് പറഞ്ഞാൽ, മാങ്ങ കായ്ക്കാത്ത സമയത്ത് ഞാൻ പോയി മാങ്ങ ഉണ്ടെന്ന് നോക്കിയാൽ എന്നാ തോന്നും? എന്നാ പറയും? നോക്കിയത് ശരിയാണോ? ശരിയാണോ അവനെ? ശരിയല്ല ഇല്ലേ? അത്തിപ്പഴത്തിൻ്റെ കാലത്ത് നോക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരിക്കുന്ന ഒരു കാലത്ത് അത്തിവൃക്ഷത്തിൽ അത്തിക്കായി നോക്കി ശരിയാണോ? ഇനി ആട്ടെ, ഇനി അത് പോട്ടെ. ഈ വൃക്ഷങ്ങൾ എൻവയറമെൻ്റലായിട്ട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നൊരു കാലമല്ലേ? ആൾക്കാരെല്ലാം അങ്ങനെയല്ലേ പറയുന്നല്ലേ, വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു അത്തിവൃക്ഷത്തെ ആണെങ്കിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ കോമ്പൗണ്ടിലാണ് 4 അത്തിവൃക്ഷമുണ്ട്. കാട്ടത്തിയാണ് വളർന്ന തണലിന് വേണ്ടി. നമ്മൾ വൃക്ഷം വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ. ഇപ്പം ഞങ്ങളുടെ പറമ്പിൽ ഒരു കമ്പ് പോലും വെട്ടാൻ എനിക്കിഷ്ടമല്ല, ആ തണലിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് യേശു ഒരു വൃക്ഷത്തെ ഉണക്കിക്കളയുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ? അപ്പോൾ അതെന്തോ യേശു ഇങ്ങനെ ചെയ്ത് ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുകയല്ലേ? അങ്ങനല്ലേ നമ്മുടെ നേതാക്കന്മാരും ഒക്കെ വരുമ്പോൾ ഒരു മരം വെച്ച് പിടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ അവരിങ്ങനെ വെച്ച് പിടിപ്പിക്കുകയും, പക്ഷേ ആ മരം വെച്ച് പിടിക്കുന്ന അവർ മാത്രമല്ല കേട്ടോ, പാവപ്പെട്ട കർഷകരാണ് അവർ. അന്നേരം ഇങ്ങനെ വളരെ വന്ന് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെയായിരുന്നേ അല്ലെങ്കിൽ അവരിങ്ങനെ രാവിലെ മുതൽ തുമ്പായിട്ട് പോയി അതൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ചെയ്യട്ടെ. യേശു അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾ എന്നാ പറയുന്നു? അതിൽ യേശു ചെയ്ത എല്ലാം ശരിയാണ്. ആ ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ വരാം. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്ന് പറഞ്ഞതിന് ശരിയാണ്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്ത കാലങ്ങൾ അത്തിയിലുണ്ട്. ആ സമയത്ത് തലക്കനികളുണ്ടാകും എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഏപ്രിൽ മാസം, ഏപ്രിൽ ഒക്കെ ഉള്ള ആ സമയങ്ങൾ ഒക്കെ, ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ അത്തിക്കായ്കളിൽ ചില സ്ഥലത്ത് തലക്കനികളുണ്ടാകും എന്ന് പറഞ്ഞാൽ അല്പം വലുതായിരിക്കും, പക്ഷേ വലിയ ടേസ്റ്റ് ഉണ്ടാകില്ല. 2 3 ഒക്കെ കാണത്തുള്ളൂ. ആ 2 3 എണ്ണം ഉണ്ടെങ്കിൽ
അത്തിപ്പഴത്തിൻ്റെ കാലം വരും. 1-2 മാസം കൂടെ കഴിയുമ്പോഴത്തെ അത്തിപ്പഴത്തിൻ്റെ കാലം വരും. ആ 2-3 ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് നിറച്ച് കായ്കളായിരിക്കും. അപ്പം യേശു ആ നിറച്ച കായല്ല നോക്കിയത്, ആ ഒന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാകും, ഇതില്ലെങ്കിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. വല്ലതും മനസ്സിലായോ? അതിലാണ് കർത്താവ് നോക്കിയത്. അതിന് വേറൊരു അർത്ഥമുണ്ട്. ജൂതൻ്റെ രാജാവായ യേശുവിനെ രാജാവായി സ്വീകരിക്കാൻ റോമൻ സാമ്രാജ്യമുള്ള കാലത്ത് അസാധ്യമാണ്. എന്നാൽ ജൂദയുടെ നാട്ടിൽ പീലാത്തോസും ഒക്കെയുള്ള കാലത്ത് യേശുവിനെ വേണമെങ്കിൽ അവർക്ക് രാജാവായിട്ട് സ്വീകരിക്കാമായിരുന്നു. അതുകൊണ്ട് യഹൂദനാകുന്ന അത്തിയെയാണ് ഉണക്കിയത്. ആ അത്തി തളിർക്കുമ്പോൾ കർത്താവ് വരും, അവൻ രാജാവാകുകയും ചെയ്യും. ഹല്ലേലൂയ! അതാണ് ഇതിൻ്റെ പ്രൊഫറ്റിക്കലായിട്ടുള്ള അർത്ഥം. എന്നാൽ ഇതിൻ്റെ ആത്മീകമായിട്ടുള്ള അർത്ഥം, ഇതിനെ നേരത്തെ വെട്ടിക്കളയാൻ കർത്താവ് ഒന്ന് പ്ലാനിട്ടതാണ്. അപ്പോൾ ഒരു മധ്യസ്ഥത, കർത്താവേ 3 വർഷമായിട്ട് ഇതിവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് വെട്ടിക്കളയാമെന്ന് പറഞ്ഞപ്പോൾ ഒരപേക്ഷ, 1 വർഷം കൂടെ നിൽക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ജീവിതകാലം ഭൂമിയിൽ 3.5 വർഷമാണ്. അപ്പം ഇവൻ വെട്ടിക്കളയാൻ പരുവത്തിലായി. 3 വർഷം ഇവൻ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം. ഇതിന് വേര് ഭയങ്കരമായതുകൊണ്ട് അടുത്തുള്ളവൻ്റെ എല്ലാം വലിച്ചെടുത്ത് ഇവൻ കായ്ക്കാതെ നിൽക്കുകയാണ്. തോട്ടത്തിന് വളരെ കേടാണ്. അപ്പോൾ ഇവനെ വെട്ടിക്കളഞ്ഞാലുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, അത്തി വലിയ മരമല്ലെങ്കിലും കാപ്പിയായാലും ഉണ്ടാക്കാൻ ചിലക്കത് ഗുണവുമാകുകയും ചെയ്യും. അവിടെ വേറെണ്ണം നടാനും കഴിയും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പോൾ എൻവയറമെൻ്റലായിട്ട് യേശു ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് ആ ഉണക്കിക്കളഞ്ഞത്. ഉണക്കിക്കളഞ്ഞുകൊണ്ട് അവിടെ വേറെണ്ണം നടുകയും ചെയ്യാം. ഇതിൻ്റെ വേര് മറ്റൊരാൾക്കും ശല്യം ഉണ്ടാകുകയുമില്ല. ഇത് വലിയ മരമല്ലെങ്കിലും ഒരു കട്ടൻ കാപ്പിയെങ്കിലും ഇടാൻ ആ തോട്ടക്കാരന് അങ്ങനെയും ഒരു ഗുണം കിട്ടുകയും ചെയ്യും. അങ്ങനെ യേശു എല്ലാ നിലയിലും ചെയ്ത് ശരിയാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ദൂത് എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വന്ന് കർത്താവ് നോക്കുക. ഒരുപക്ഷേ മറ്റുള്ളവരെ പോലെ അത്തിപ്പഴത്തിൻ്റെ കാലം, മറ്റുള്ളവരെ പോലെ ആരാധിക്കാൻ, മറ്റുള്ളവരെ പോലെ പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കാൻ, മറ്റുള്ളവരെ പോലെ കൊടുക്കാൻ നിനക്ക് കഴിയുകയില്ലെങ്കിലും നിനക്കതെല്ലാം ചെയ്യാൻ കഴിയുന്നൊരു കാലം ഉണ്ടാകണമെങ്കിൽ എന്തും ഇപ്പോഴുണ്ടായിരിക്കും. സ്വത്രം സ്വത്രം. എനിക്ക് പ്രാർത്ഥിക്കാൻ സാഹചര്യങ്ങളില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേനം. എനിക്ക് പ്രവർത്തിക്കാൻ സാഹചര്യമില്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചേനം. എനിക്ക് കൊടുക്കാൻ സാഹചര്യമില്ല ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തേനം എന്ന് പറയുന്നവനെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇപ്പോഴുള്ളത് കൊടുക്കുവാൻ തയ്യാറായാൽ, ഉള്ള സാഹചര്യത്തിൽ ആരാധിക്കാൻ തയ്യാറായാൽ, ഉള്ള സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായാൽ അവനൊരു അത്തിപ്പഴത്തിൻ്റെ കാലമുണ്ടാകും, സമൃദ്ധിയുടെ ഒരു കാലമുണ്ടാകും, അനുഗ്രഹത്തിൻ്റെ ഒരു കാലമുണ്ടാകും, വിശാലതയുടെ ഒരു കാലമുണ്ടാകും, പ്രവർത്തിക്കാൻ ഒരു കാലമുണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അല്പത്തിൽ വിശ്വസ്തൻ. ഒരു താലന്തുകാരന് പറ്റിയ ഏറ്റവും വലിയ അപകടം, ആ ഒരു താലന്തല്ലേ എനിക്കുള്ളൂ. നീ വിതറാത്തടത്തുനിന്ന് ചേർക്കുന്നവൻ, വിതയ്ക്കാതെ നിനക്ക് കൊയ്യാൻ കഴിയും. അങ്ങനെയുള്ള നിനക്ക് എൻ്റെ ഈ ഒരു താലന്ത് വ്യാപാരം ചെയ്തിട്ട് എന്ത് പ്രയോജനം? അത് ഞാൻ നഷ്ടമാക്കിയില്ല, ഇതാ നിനക്ക് ഞാൻ തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞ ആ താലന്ത് കുഴിച്ചിട്ടവനോട് യേശു പറയുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് ഇവനെ തള്ളിക്കളയുവീൻ എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കുമെല്ലാം എന്തെങ്കിലും കായ്ക്കാൻ ഒരു ഫലമുണ്ടായിരിക്കണം. ഇനി ഫലം എന്താണ് എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ ഫലമുണ്ട്. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയം, ഇതെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫലം നമുക്കല്ലാതെ, നമുക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കോ വേണ്ടി കായ്ക്കുന്നതാണ് ഫലമെന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ചൂട്, തെങ്ങ് പറയുകയാണ്, ഭയങ്കര ചൂട്, ഞാനൊരു കരിക്ക് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതേലും ഒരു തെങ്ങ്
കരിക്ക് കുടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏതേലും മാങ്ങ തിന്നുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതെന്താ? അതിനറിയാം ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയും അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയുമാണ്. അപ്പോൾ ഫലമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക്. ഫലമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഫലമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ല, അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഞാനും നിങ്ങളും ഫലം കായ്ക്കുന്നുണ്ടോ എന്നറിയാൻ, മറ്റുള്ളവർക്ക് ഞാൻ മുഖാന്തരം എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ, അടുത്തൊരു തലമുറയ്ക്ക് ഞാൻ മുഖാന്തരം എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഫലം കായ്ക്കാത്തതിനെയെല്ലാം ഒരു കൊമ്പ് പോലെ എടുത്ത് പുറത്തു കളയുമെന്നും അതിനെ തീക്കിരയാക്കുമെന്നും കരുണാസമ്പന്നനായ കൃപാവാരിധിയായ യേശു തന്നെ പറഞ്ഞത് നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഫലം കായ്ക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല, ഫലം കായ്ക്കുക എന്നുള്ളത് ഒരു ഔദാര്യമല്ല, ഫലം കായ്ക്കുക എന്നുള്ളത് മസ്റ്റാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഫലം കായ്ക്കണമെന്നും നിങ്ങളുടെ ഫലം നിലനിൽക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം അതെൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണ്. ഫലം കായ്ക്കാത്തതിനെയെല്ലാം അവൻ വെട്ടിക്കളയും. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ 1-ാമത്തെ മാസം ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ല, ബൈബിൾ ഒഴികെ മറ്റൊരു പുസ്തകം വായിച്ചിട്ടില്ല, ബൈബിൾ സംബന്ധമായ പുസ്തകങ്ങൾ ഒന്നും വായിച്ചിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾ, ചർച്ചിലുള്ള 3-4 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പരസ്യത്തിന് പോകാം. പാസ്റ്റർ പരസ്യം നടത്തുന്ന കണ്ട് മാത്രം ഒരു പരിചയം. എൻ്റെ വീടിനടുത്തുള്ള ഒരു ജംഗ്ഷനിൽ പോയി. പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 1 മാസമേ ആയുള്ളൂ. എൻ്റെ കയ്യിലൊരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു, ഈ ബൈബിൾ വാക്യങ്ങൾ മാത്രമുള്ള ദൈവസഹായം എന്ന പേരിൽ ഒരു 10-25 വാക്യങ്ങൾ അതിനകത്തുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച്, ഇങ്ങനെയുള്ള കുറേ വാക്യങ്ങളാണ്. അപ്പം ആ കവലയിൽ, പുറ്റടി എന്ന് പറയുന്ന ഒരു കവലയിൽ ഞങ്ങൾ പോയി നിന്നു. ഒരു പാട്ട് പാടി, മൈക്കോ ഒന്നുമില്ല, കൈയടിച്ചൊരു പാട്ട് പാടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രസംഗിക്കുന്നത് ഈ വാക്യം വായനയാണ്. അപ്പോൾ എൻ്റെ സ്നേഹിതർ, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ നാട്ടുകാരാണ് എല്ലാം കേൾവിക്കാരായിട്ട് നിൽക്കുന്നത്. അവിടെ ഞാനിങ്ങനെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു ഒന്ന് ചെറുതായിട്ട് പറയും, പിന്നെ ഉറച്ച് പറയും, പിന്നെ ശാലും കൂടി ശബ്ദം പറയും. ഒരു പ്രസംഗം തീർന്നു. അടുത്ത വാക്യം. എനിക്ക് എൻ്റെ പ്രസംഗത്തിൽ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ, നല്ലതായിരുന്നു ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് മറ്റൊരാളെ പോലെ പ്രസംഗിക്കാമെന്ന് ചിന്തിച്ചില്ല. എനിക്കിതൊന്നുമില്ല, എനിക്കിതുണ്ട്, അത് ഞാൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കെന്തുണ്ട്, അതിൽ പ്രവർത്തനം ആരംഭിക്കണം. അത് പുല്ലായിക്കൊള്ളട്ടെ, അത് സസ്യമായിക്കൊള്ളട്ടെ, അത് വൃക്ഷമായിക്കൊള്ളട്ടെ, അതിൽ ഫലമുണ്ടാകണം. അത് മസ്റ്റാണ്. ഫലമുണ്ടായാൽ അതിൻ്റെ വർധനമുണ്ടാകും. നിങ്ങളിൽ എത്ര പേർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ നമ്മുടെ ആത്മീക നിലയിൽ നമ്മുടെ വളർച്ച, നമുക്ക് രോഗശാന്തി, നമുക്ക് വിടുതൽ, നമുക്ക് അനുഗ്രഹം, നമുക്ക് നന്മ, നമുക്ക് സ്വർഗം, ഇതൊന്നും തെറ്റല്ല. നമ്മൾ ഉപവസിക്കുക അതിനാണ്. നമുക്ക് രോഗസൗഖ്യം കിട്ടണം, നമുക്ക് ഭൂതങ്ങൾ വിട്ടുപോകണം, നമുക്ക് വീടുണ്ടാകണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, സഭയെ, ഇതെല്ലാം തെറ്റല്ല, അതെല്ലാം ദൈവം തരുന്ന നല്ല കാര്യമാണ്. പക്ഷേ ഈ ലോകത്തിൽ വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവൻ സകല മനുഷ്യരിലും അരിഷ്ടരത്ര. പ്രത്യാശ വെക്കരുതെന്നല്ല, ഈ ലോകകാര്യങ്ങൾ മരണം കൊണ്ട് നഷ്ടപ്പെടുന്നതിന് വേണ്ടി മാത്രം നമ്മുടെ ആത്മീകം പോകരുത്. മരിച്ചു കഴിഞ്ഞാലും നിലനിൽക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ഫലം കായ്ക്കണം. അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി ഫലം കായ്ക്കണം എന്നൊരു ചിന്ത എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. അപ്പോൾ ഇപ്പോൾ മുതൽ ഒരു ചിന്ത,
ഞാൻ മുഖാന്തരം എനിക്കല്ല, എൻ്റെ ആത്മീയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ആരാധിക്കുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു. അതെല്ലാം ചെയ്തു കൊള്ളട്ടെ, ബൈബിൾ അത് പറയുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാലും അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു ഫലം. ആത്മാവിൻ്റെ ഫലം നല്ലത്, കൃപാവരങ്ങൾ നല്ലത്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ നൽകുന്നത് നല്ലത്, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന നല്ലത്. അതെല്ലാം തുടർന്നു കൊള്ളട്ടെ. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ ആത്മീയതത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഭൗതികത്തിന് വേണ്ടിയല്ല, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. ഒരു തെങ്ങ് മറ്റുള്ളവർക്ക് വേണ്ടി തേങ്ങ കായ്ക്കുന്നത് പോലെ, ഒരു മാവ് മറ്റുള്ളവർക്ക് വേണ്ടി മാങ്ങ കായ്ക്കുന്ന പോലെ, ഒരു മുന്തിരിവള്ളി മറ്റുള്ളവർക്ക് വേണ്ടി മുന്തിരിങ്ങ കായ്ക്കുന്നത് പോലെ ഫലം കായ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആത്മാർത്ഥമായിട്ട് ദൈവമായ കർത്താവേ, എൻ്റെ ജീവിതം പാഴാക്കാതെ ഫലം കായ്പാൻ എനിക്കിടയാകണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാനും നിങ്ങളും ഈ നിലയിൽ വരുവാൻ കാരണം പാഴായി പോകേണ്ടവരായിരുന്നു നമ്മൾ, ശൂന്യമായി പോകേണ്ടവരായിരുന്നു നമ്മൾ. ദൈവമാണ് ആ പാഴ് മാറ്റിയത്, ദൈവമാണ് ആ വെളിച്ചം കൊണ്ടുവന്നത്, ദൈവമാണ് ആ വിധാനമൊരുക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് കിളിർക്കുവാൻ കഴിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. കരമുയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ പാഴിൻ്റെ കാര്യമൊന്ന് ഓർത്തു നോക്കുക, ആ ഇരുളിൻ്റെ കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കുക, ആ ശൂന്യതയുടെ കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഒരിക്കലും ഈ നിലയിൽ വരുവാൻ നമുക്ക് അവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു. ആ പാഴായ ഭൂമിയിൽ നമ്മൾ തകർന്നു പോകേണ്ടതാണ്, ആ ഇരുളിൽ നമ്മൾ നശിച്ചു പോകേണ്ടതാണ്, ആ വെള്ളത്തിൽ നമ്മൾ ചീഞ്ഞു പോകേണ്ടതാണ്. അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം നീട്ടി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അയച്ച് ആ പാഴ് മാറ്റി, ആ ശൂന്യത മാറ്റി, ആ ഇരുള് മാറ്റി, ആ വിധാനമുണ്ടാക്കി നമ്മളെ മുളപ്പിച്ചു. നമ്മൾ ജനിക്കുന്നതിന് മുൻപേ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച സന്ദർഭത്തിൽ തന്നെ പാഴായി പോകാൻ, അബോർട്ടാക്കാൻ ഒക്കെ പദ്ധതികൾ നടന്നപ്പോൾ അതൊന്നും നടക്കാതെ, പാഴാകാതെ, ശൂന്യമാകാതെ ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ നിന്നെ മുളപ്പിച്ചു കൊണ്ടുവന്നു. വാഹനത്തിന്റെ അപകടങ്ങൾ കണ്ണിന് നേർക്ക് നേരെ കണ്ടപ്പോൾ അതിനേക്കാൾ ചെറിയ അപകടങ്ങളിൽപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, കോവിഡ് പലരെയും കൊണ്ടുപോയപ്പോൾ, ക്യാൻസർ പലരെയും തട്ടിക്കൊണ്ടുപോയപ്പോൾ, നീ ഇന്നും ജീവിക്കുന്നത്, നീ ഇന്നും ഉണങ്ങിപ്പോകാതിരിക്കുന്നത്, ശത്രുവിന്റെ തീയമ്പുകൾ നിന്റെ ചങ്കിന് നേരെ പാഞ്ഞു വരാതിരുന്നത് നീ ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. നീ ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ദൈവം പാഴ് മാറ്റിയത്, അതിനു വേണ്ടിയാണ് ദൈവം ശൂന്യത മാറ്റിയത്, അതിനു വേണ്ടിയാണ് ദൈവം വെളിച്ചം കൊണ്ടുവന്നത്, അതിനു വേണ്ടിയാണ് ദൈവം വിധാനമുണ്ടാക്കിയത്. അതിനു വേണ്ടി ദൈവം നിനക്ക് വേണ്ടി പലരോടും കൽപ്പിച്ചു. നീ ഈ നിലയിൽ നിന്നായിരിക്കുവാൻ കാരണം നിന്റെ കഴിവല്ല, ആരോടൊക്കെയോ ദൈവം കൽപ്പിച്ചതുകൊണ്ട്, ആരോടൊക്കെയോ ദൈവം പറഞ്ഞതുകൊണ്ട്, ആരോടൊക്കെയോ കൂട്ടായ്മയുടെ കൈ നിനക്ക് തരാനായിട്ട് ദൈവം കൽപ്പിച്ചതുകൊണ്ട് നിനക്കൊരു സസ്യമായി, ഒരു വൃക്ഷമായി വളരുവാനായി കഴിഞ്ഞു. പക്ഷേ യേശുവിന് ഇഷ്ടമുള്ള ഫലമുണ്ടോ? ഫലം കായ്ക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കർത്താവേ, ഫലം കായ്ക്കാനായി ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതത്തിലെ പാഴങ്ങ് മാറ്റി, ശൂന്യത മാറ്റി, ഇരുള് മാറ്റി, ഞങ്ങൾക്ക് വേണ്ടി വിധാനമുണ്ടാക്കി, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കൽപ്പന പുറപ്പെടുവിച്ചു, ഞങ്ങളെ മുളപ്പിച്ചു. സസ്യങ്ങളായും വൃക്ഷങ്ങളായും ഞങ്ങൾക്ക് തീരുവാൻ ഭാഗ്യം ലഭിച്ചു. ഫലം കായ്പാൻ ഭാഗ്യം നൽകണമേ യേശുവേ. നീ ഞങ്ങളെ നോക്കുമ്പോൾ ഫലമില്ലാത്തവരായി, ഇല മാത്രമുള്ളവരായി തീരുവാനിടയാകരുതേ. എന്നെ സമർപ്പിക്കുന്നു, അങ്ങയുടെ മക്കളെ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ.